കേരളത്തിൽ നമ്മൾക്കിതൊരു ഞെട്ടലുള്ള വാർത്തയാണ് എന്ന് പറയുമ്പോഴും ഇതൊരു സ്ഥിര സംഭവമാണ് എന്ന് ചെറുതായ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തിരുവനന്തപുരത്ത് ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് അയാളുടെ കാലെടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങാടിയിൽ പോയി പ്രകടനം നടത്തിയ നാടിൻ്റെ പേര് കേരളം എന്നാണ്. ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല അതിന്. നമ്മൾ ഹത്രസിലും ഉന്നാവയിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ മെഴുകുതിരി കത്തിക്കും. ഇവിടെ എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ മേലോട്ട് നോക്കും. ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞ, അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യമാണ്. 2 പെൺകുട്ടികളെ കെട്ടിത്തൂക്കി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നത് കേരളത്തിലാണ്. ഒരാളെ ആദിവാസി യുവാവിനെ മരത്തിലിട്ട് കെട്ടിക്കൊന്നത് കേരളത്തിലാണ്. ഇന്നലെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് ജാമ്യം ഇറങ്ങി വന്ന ഒരാളെ നടുറോട്ടിൽ നാഷണൽ ഹൈവേയിൽ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. അതും നടക്കുന്നത് കേരളത്തിനകത്താണ്. കേരളത്തിൽ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാവുന്ന ഒരു സേന ഇന്ന് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. അതിൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി മുതൽ താഴെ കോൺസ്റ്റബിൾ വരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കുക. നിങ്ങൾ കൊന്നിട്ട് വന്നാൽ പിന്നെ നാട് മുഴുവൻ തിരയുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നേരത്തെ ഒരാൾ ജയരാജ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ രോഗത്തെ പറ്റി പറഞ്ഞു. ഈ ഒരു രോഗമുണ്ട് എന്ന് ഇന്നാണ് ശ്രീ ജയരാജ് കിട്ടിയത്. ജയിലിനകത്ത് ഇത്രയും വർഷം കിടന്ന ഒരാൾ സൈക്കോ ക്രിമിനൽ ആണ് എങ്കിൽ, സൈക്കോപാത്ത് ആണ് എങ്കിൽ അയാളെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കും? എങ്ങനെ ജീവിക്കും? 4 തവണ ഒരാൾ പോയി പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് പോലീസ് നിങ്ങൾ എന്തിനാണ് അയാളെ നോക്കുന്നത്? നിങ്ങൾ വാതിലടച്ച് വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു പോലീസിൽ ഉള്ള നാട്ടിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്, ഒരു MLA-യുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതിന്റെ ഓഡിയോ ടേപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് കേരളത്തിലെ പോലീസിന്റെ ഏകദേശം ഒരു അവസ്ഥ. ഇനി കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം വരെ പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. കൊടും ക്രിമിനലായ ഒരിക്കലും ജാമ്യം കൊടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ട ആൾക്ക് പരോൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ആഭ്യന്തര സംവിധാനത്തിന് കീഴിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ഒരു തെളിവാണ്. കോട്ടയത്ത് ഒരു ആളെ കൊന്നിട്ട് കൊണ്ടിട്ടു എന്നാണ് കോൺഗ്രസ് കാണുന്നത്.